വളരെ തിരക്ക് പിടിച്ചായിരിക്കും. ഒരു പണിയില്ലെങ്കിലും കസ്റ്റമർ തിരക്ക് കാണിക്കും. നമ്മളീ പറഞ്ഞ റാപ്പോ ക്രിയേഷൻ, ആദ്യത്തെ ഷോർട്ട് കോൺവെർസേഷൻ, വെൽക്കം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ വിഷയത്തിലേക്ക് നീഡ് അസസ്മെന്റ് നടത്തിയിട്ട് അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിക്കൂടെ. ഷോർട്ടസ്റ്റ് വേ. ലാഗ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കസ്റ്റമർ പോകും. ഉണ്ടാക്കരുത്. വളരെ ഷോർട്ട്, ക്രിസ്പായിട്ട്. കണ്ടില്ലേ, ഇപ്പോൾ എസ്പെഷ്യലി ഈ കാലഘട്ടത്തിൽ വല്ലാതെ ഒന്നും ആരും ഒന്നിനും നിൽക്കുന്നില്ല. ടു ദി പോയിന്റ്. അത് മാത്രം പറഞ്ഞിട്ട് അതിലേക്ക് എത്തിക്കുക. നമ്മുടെ കസ്റ്റമറത്തെ പോകുന്നതിന് മുമ്പ് അവരോട് പെർമിഷൻ ചോദിച്ചായിരുന്നോ? ചോദിക്കണം. ഇന്ന കാര്യത്തിന് ഞാൻ നിങ്ങളെ വരുന്നു, ഇത്ര സമയത്ത് വരട്ടെ, ഒരു മീറ്റിംഗ് നടത്താം. ആദ്യം ചെയ്യേണ്ടത് ആ ടൈമിന് കൃത്യമായിട്ട് നമ്മൾ എത്തണമെന്നുള്ളതാണ്. ആ ടൈമിന് എത്തിയിട്ട് മീറ്റിങ്ങിന് സമയം അനുവദിച്ച സമയം, ചിലവർ വളരെ പ്രൊഫഷണലായിരിക്കും, പറഞ്ഞ സമയത്തായിരിക്കും അവർ റെഡി ആയിരിക്കും. മറ്റുള്ള പരിപാടിയെല്ലാം നിർത്തിയിട്ട് അവിടെ ഇരിക്കാൻ പറയും. ചിലവരെ നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കും. ആ സമയത്ത് എത്തുകയാണെങ്കിൽ വിത്ത് പെർമിഷൻ, ആളുടെ പെർമിഷനോടുകൂടി നമ്മൾ ഇരിക്കുക. ഇരുന്നിട്ട് എഗെയിൻ ഷോർട്ട് കോൺവെർസേഷൻ, റാപ്പോ ക്രിയേറ്റ് ചെയ്യുക. റാപ്പോ ക്രിയേറ്റ് ചെയ്ത് ഷോർട്ട് കോൺവെർസേഷൻ റാപ്പോക്ക് വേണ്ടിയിട്ടാണ്. സാർ എവിടെ നിന്നാണ്, എന്താണ്, അത് നീണ്ടു പോകരുത്. ചിലർ സംസാരിച്ചിട്ട് പറയും അതൊന്നും നീ ചോദിക്കേണ്ടെന്ന് പറയുകയാണെങ്കിൽ ഡൺ, നേരെ കാര്യത്തിലേക്ക് കിടക്കും. അങ്ങേ വശത്തിരിക്കുന്ന കസ്റ്റമർ എന്താണോ അവരുടെ മൂഡിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്യണം. എന്നിട്ട് ഷോർട്ട് സർവീസ് ചെയ്തിട്ട് ഇന്നതാണ്, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ ഇന്ന കമ്പനിയാണ്, ഇത്ര വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്, ഇതിൻ്റെ ബെനിഫിറ്റ് ഇത് പറഞ്ഞു കൊടുക്കുന്നു, ഇന്ന കാര്യങ്ങളുണ്ട്, ബിസിനസ് കാർഡ് കൊടുക്കുന്നു. എന്നിട്ട് കസ്റ്റമർ ഇങ്ങോട്ട് പറയും, അവരിങ്ങോട്ട് പറയും ഇന്ന സംഗതിയാണ്, എനിക്കിപ്പോൾ നിലവിലൊന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ സാറേ കുഴപ്പമില്ല, ഈ കാർഡ് കയ്യിൽ വെച്ചോ, എന്തെങ്കിലും സാറിനോ വേണ്ടപ്പെട്ടവർക്ക് ആവശ്യം വരികയാണെങ്കിൽ കീപ്പ് ഇൻ ടച്ച് വിത്ത് മീ. ഭംഗിയായിട്ട് മീറ്റിംഗ് അവസാനിപ്പിച്ചിട്ട് വിത്ത് പെർമിഷൻ ഇറങ്ങുക. നല്ല ഇംപ്രഷൻ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഈ കാർഡ് കയ്യിൽ വെക്കും. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എൻക്വയറി ഉണ്ട്. കോൾ വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. കോൾ വരുമ്പോഴും നമുക്ക് മാർക്കറ്റിംഗ് നമ്മൾ നടത്തിയിട്ടാണല്ലോ നമുക്ക് എൻക്വയറി വരുന്നത്. ഇങ്ങോട്ട് വിളിക്കുന്ന കോളല്ലേ. ഇങ്ങോട്ട് വിളിക്കുന്ന കോളാണെങ്കിൽ എല്ലാ കേട്ടസും കാണിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഫേസ് ടു ഫേസ് കാണുന്നത് പോലെ തന്നെയാണ് ഒരു ടെലിഫോണിൽ സംസാരിക്കുമ്പോഴും എല്ലാ കേട്ടസും കാണിക്കുക. ഗുഡ് മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ്, ശേഷം സർ യു ആർ സ്പീക്കിംഗ് വിത്ത് സോ ആൻഡ് സോ. ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആമസോണിൻ്റെ കസ്റ്റമർ സർവീസ് ഒന്ന് വിളിച്ചാൽ മതി. എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിയിട്ട് അവർക്കൊരു കോൾ വിളിക്കുകയാണെങ്കിൽ തിരിച്ച് അവർ പറയും. ഈ പറയുന്ന വെബ്സൈറ്റുകളോ ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ഇ കൊമേഴ്സ് സൈറ്റുകളിലോ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ പ്രൊഫഷണലായിട്ട് അവർ നിങ്ങൾക്ക് തരുന്ന സർവീസ് പഠിപ്പിച്ചു തരും. ഇങ്ങോട്ട് എല്ലാ കേട്ടസും പറഞ്ഞ് ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഇതാണ്. എനിക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും സാറേ. അപ്പോൾ ഇന്ന് കാര്യങ്ങളെല്ലാം ഉണ്ട്, ടെലിഫോണിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതെല്ലാം പറഞ്ഞു കൊടുക്കുക. സർ ഇഫ് യു നീഡ് ഫർദർ അസിസ്റ്റൻറ്റ് അറ്റ് എനി ടൈം ഐ ആം റെഡി ടു സെർവ് യു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ പേഴ്സണലി കം ആൻഡ് മീറ്റ് യു. നമ്മൾ കുറേ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ഈ കമ്മിറ്റ്മെൻറ്റിൽ അവർ ആകൃഷ്ടരായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ വിളിക്കും. ഈ വിളിച്ചതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് നമ്മളൊരു മെസ്സേജ് അയക്കാൻ വേണം. ഇറ്റ് വാസ് ഗ്രേറ്റ്ഫുൾ ടു ഹാവ് എ ചാറ്റ് വിത്ത് യു ഓവർ ദി ഫോൺ. കഴിഞ്ഞ ദിവസം നിങ്ങളുമായിട്ട് ടെലിഫോണിൽ ഒരു ചാറ്റ് ഉണ്ട്, അതിന് വളരെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇറ്റ് വാസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. സോ ഇൻ കേസ് ഇഫ് യു നീഡ് എനി ഫർദർ അസിസ്റ്റൻസ് യു ക്യാൻ കീപ്പ് ഇൻ ടച്ച് വിത്ത് മീ എന്ന് പറഞ്ഞിട്ട് പേര്, നമ്മുടെ ഡെസിഗ്നേഷൻ, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് അറിയിച്ചു കൊടുക്കുക. ഇത് കേട്ടസിയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും അവർ റിമെമ്പർ ചെയ്യും. റിമെമ്പർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു എൻക്വയറി വരും.